നമുക്കിനിയിപ്പോൾ സ്ലീവിനായിട്ടുള്ളത് ഇതാണ്. അപ്പം നമുക്ക് ഈ എത്രയാണോ ഇതിന് ലെങ്ത് കിട്ടുന്നത് അത്രയും അങ്ങ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ തയ്യൽ തുമ്പ് എല്ലാം ഉൾപ്പെടെ 11 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും കിട്ടുന്നത്. അതിനെ നമ്മളിങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം വിഡ്ത്തും നമുക്ക് അത്യാവശ്യം കുറവാണെങ്കിൽ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്ലീവ് എടുക്കുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു 11 ഇഞ്ചോളമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ ലെങ്ത്. കാരണം അപ്പുറത്തെ സൈഡിൽ ക്ലോത്തും മൊത്തവും ഇല്ല, അതുകൊണ്ട് തന്നെ 11 ഇഞ്ച് വരെ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ ഒരു 9 ഇഞ്ചോളമേ ഒരു വിഡ്ത്ത് കിട്ടുന്നുള്ളേ. അപ്പോൾ അത്രയും പോരാ നമുക്ക്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനുള്ളത് വിട്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ മെഷർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഇവിടെ വരുമ്പോൾ 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളൊരു 3.5 ഇഞ്ച് ഡൗൺവേർഡ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 3.5 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിപ്പം അളന്നെടുത്തിരിക്കുന്ന ആ 9.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് വരും. അപ്പം നമുക്ക് തയ്യൽ തുമ്പിനുള്ളതില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിപ്പം പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ്, അവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ ബാലൻസ് ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ കുറച്ച് പീസസ് 4 പീസസ് നമ്മൾ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം തയ്യൽ തുമ്പകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് തയ്ക്കാനുള്ള തുമ്പകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വേണം നമ്മൾ ഈ സൈഡിൽ വെച്ച് കൊടുക്കാൻ. നമുക്കൊരു 2 ഇഞ്ചോളം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കാൻ നമുക്ക് വേണ്ടത്. 2 ഇഞ്ച് കിട്ടണം. തയ്യൽ തുമ്പകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ സാധാരണ കറക്റ്റ് സെൻറ്റർ കാണുന്നു. അതിനുശേഷം അതിൻ്റെയും സെൻറ്റർ നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോർഷൻ്റെയും ഇവിടെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് 1/2 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ വന്ന് ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത് 9.5 കഴിഞ്ഞാൽ പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ബോട്ടം ഭാഗത്ത് വേണ്ടത് എത്രയാണോ അത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വഴിയെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്ത് തികയാത്തപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവേ. ഇങ്ങനെ നമ്മളിപ്പം ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ സ്ലീവിന് കട്ട് ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മളിപ്പം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ പറയുമോ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതാണ്, അതേ രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഓരോ പീസും നല്ല വശങ്ങൾ നോക്കി വെച്ച് നമ്മൾ ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ